അനൻ എന്തോ എന്തൊക്കെയുണ്ട്? നല്ല നല്ല ഫുഡ് കഴിച്ചോ? ഇത്തിരി കുറച്ച്. എന്താ ഇവിടുന്ന് കുറച്ച് തരുള്ളൂ? അല്ല ഇത്തിരി കഴിച്ചതാ. കുറച്ച് കഴിച്ചു. ഡയറ്റിലാണോ? അങ്ങനെയല്ല, അങ്ങനെയല്ല, ഇടയ്ക്ക് ഓരോ തോന്നല, അപ്പൊ അങ്ങനെ ഇത്തിരി കഴിക്കാൻ തോന്നുന്നു ആ രീതിയിൽ. ഈ കുറച്ച് കഴിക്കാന്നുള്ളത് ഇടയ്ക്കിടയ്ക്കാണോ? ആ ഇടക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച്. ശരി, നല്ല പരിപാടിയാട്ടോ അത്. ഇന്നേ അവിടെ കുറെ പുതുമുഖങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നു. ഒന്ന് പരിചയപ്പെടുത്തി തരൂ. നമ്മുടെ ഫാമിലി ആണെങ്കിൽ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാ. ആ എൻ്റെ മാമി വന്നിട്ടുണ്ട്, മാമിയുടെ 2 മക്കള്, പിന്നെ എൻ്റെ കസിൻ ഇത്ത വന്നിട്ടുണ്ട്, പിന്നെ ഹസ്നത്ത്. ഓക്കെ, മാമിയുടെ പേര് ഞാൻ മിന്നു മാമി എന്നാ വിളിക്കണത്. ഹായ് മിന്നു മാമി. ബിൻസിയ എന്ന പേര്. ഓക്കെ. പിന്നെ റോസ്മേരി, അത് ഇത്താടെ കൂട്ടുകാരിയാ. പിന്നെ എൻ്റെ കൂട്ടുകാരി, എൻ്റെ ഒപ്പം കോളേജിൽ പഠിക്കണ ആമിന. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഇനി എന്താ വേണ്ടത്? പിന്നെ 2 കുട്ടികള്, ബീവ ഖാലിദ്, എയ്താൻ ഖാലിദ്. ശരി, ഞാനാരാ? ശരി, അപ്പൊ ഇത്രയും പേര് ഗംഭീരായിട്ട് സപ്പോർട്ട് ചെയ്യാൻ എത്തി. അതിന്റെ തൊട്ട് താഴെ ഉമ്മയിരിപ്പുണ്ട്. അപ്പൊ എല്ലാവരും ഓക്കെ, സെറ്റാണ്. നമ്മളിന്ന് വിരഹം റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കളർ കോമ്പിനേഷനിൽ പിടിച്ചത്. പക്ഷെ നല്ല ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ, കളർ വൈസ് നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു. അപ്പൊ നമ്മളിന്ന് ഏത് പാട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ള ഈ റൗണ്ടിൽ? നിങ്ങളക്കരെ ഞാൻ നിക്കരെ എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ എന്തായാലും അക്കരെയുള്ളവരും ഇക്കരെയുള്ളവരും ഒരു കരയിൽ ഇരുന്നാണ് ഈ പരിപാടി കാണുന്നത്. പക്ഷെ നമുക്ക് എല്ലാ കരയിലും അനന്റെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. നന്നായിട്ട് പാടുക കേട്ടോ. ഇത്രയും പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നല്ലൊരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെ നമുക്ക് കൊടുക്കണം. ഗുഡ് ലക്ക്. താങ്ക് യു.
അനൻ, എന്തോ അപ്പോൾ വിരഹം റൗണ്ടിൽ ഒരു പാട്ട് കൂടി നമ്മൾ പാടി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ പെർഫോമൻസ്? നമ്മളെപ്പോഴും ഇങ്ങനെ ടി വിയിൽ കണ്ടിട്ട് ലൈവായിട്ടൊരു പെർഫോമൻസ് ഇങ്ങനെ കാണാൻ കൂടെ ഒരു കട്ട സപ്പോർട്ടായിട്ട് കൊടുക്കുന്ന ഫീൽ ഡിഫറെൻ്റ് അല്ലേ? ഇടയ്ക്ക് ഇങ്ങോട്ട് പോരേട്ടാ, ഞങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ കാണാമല്ലോ. അൻവർക്കാ, എങ്ങനെയുണ്ട് നമ്മുടെ അനന്റെ വിരഹം റൗണ്ടിലെ പെർഫോമൻസ്? പാട്ട് എങ്ങനെ പാടിയതിനെ കുറിച്ച്? അനൻകുട്ടി, എന്തോ ഫസീലത്തയുടെ പാട്ട് വളരെ മനോഹരമായിട്ട് മക്കൾ പാടിയിട്ടുണ്ട്. താങ്ക് യു. ഈ വിരഹം എന്ന റൗണ്ടിന് പറ്റിയ ഒരു സുന്ദരമായ ലിറിക്സും ഒക്കെയാണ് നിങ്ങളക്കരെ ഞാൻ ഇങ്ങിക്കരെ. ഇപ്പോൾ ഒരു എന്താ പറയുക, ആ ഒരു എന്താ പറയുക, ദൂരെ നിന്നുള്ള കറക്റ്റ് വിരഹമാണ്, അകലം വരുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേദനയും ഒക്കെ പറയുന്ന സുന്ദരമായ വരികളാണ്. വളരെ മനോഹരമായിട്ട് പാടി. മക്കൾക്ക് ഇതിനകത്ത് ലാൻഡിങ്സാണ് ഇപ്പോൾ മൊത്തം ത്രൂ ഔട്ട് വരികളുടെ ലാൻഡിങ്സിൽ തീരുന്നതിന് മുന്നേ അടുത്ത വരിയിലേക്ക് പോകാനുള്ള ഒരു വ്യഗ്രതയുടെ ഭാഗമായിട്ട് ഒരു ലാൻഡിങ്സ് പക്ക ആവാതെ പോയ ഒരു പ്രശ്നമുണ്ട്. ആ ശ്രുതിയുടെ നിങ്ങളക്കരെ ഞാനിന്നിക്കരെ നടുവിലലറും കടൽ തീര, അത്ര പാടാം. കടൽ തീര കൽബി, സ്ഥലമുണ്ട്, നമുക്ക് സാവകാശമുണ്ട്. കൽബിന്നോവുകളെത്തിര അത് എത്തിര, അത് അങ്ങനെ പോണ്ട. എത്തിര അത് പറഞ്ഞാലൊടുങ്ങാത്തത്തിര. സാവകാശം, സമാധാനത്തിൽ പാടാം. കാരണം അത്രയ്ക്കും സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സുന്ദരമായ പാട്ടാണ് ഇത്. ത്രൂ ഔട്ട് മക്കൾ ഈ ലാൻഡിങ്സിൻ്റെ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ ഈ പാട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമാണ് പ്രശ്നമായിരുന്നത്. ബാക്കി പാടിയത് കേട്ടോ, ഓക്കെ ആണോ? കേട്ടോ. താങ്ക് യു അൻവർക്ക. ശബ്നം അനൻ, എന്തോ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ആ ലാൻഡിങ് ഇംപെർഫെക്ഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു നന്നായിട്ട് തന്നെ കൺവേ ചെയ്തിട്ടുണ്ട് മോളെ. ഒരു നന്നായിട്ട് തന്നെ മോള് പാടിയിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ഒരു എൻ മൊഞ്ചൻ അറിയുന്നോ ഈ വ്യഥ വ്യഥ എന്നല്ലേ പാടിയത്? വ്യഥ എന്നല്ലല്ലോ പാടിയത്. ആ വ്യഥ എന്നാണ് കേട്ടത്. അപ്പോൾ അത് അങ്ങനത്തെ അത് മാത്രമേ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ സസ്റ്റെയിൻ നോട്ടിൻ്റെ, അതായത് അത് മാത്രം. ഓക്കെ, ബാക്കിയൊക്കെ നന്നായിരുന്നു. താങ്ക് യു ജഡ്ജസ്.